മറ്റു വാർത്തകളിലേക്ക് വന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ നീതി പൂർണ്ണമായി നടപ്പായില്ലെന്ന് നടി മഞ്ജു വാര്യർ. കേസിലെ ആസൂത്രകരും ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. സായ്കുമാർ നമുക്കൊപ്പം. സായ്കുമാർ, അതിജീവിതയുടെ പോസ്റ്റ് വന്ന് അരമണിക്കൂറിനിപ്പുറം മഞ്ജു വാര്യരുടെ പോസ്റ്റ് വന്നിരിക്കുകയാണ്. രണ്ടുപേരും തമ്മിൽ ഇക്കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. അവൾക്കൊപ്പം എന്ന് ആവർത്തിക്കുകയല്ലേ മഞ്ജു? തീർച്ചയായും സുജിയ, ഈ അതിജീവിതയ്ക്ക് മേൽ ഇത്ര ക്രൂരമായ ഒരു പീഡനം നടന്ന് രണ്ടാം നാൾ അതിൽ ഗൂഢാലോചനയുണ്ട്, അതുകൂടി അന്വേഷിക്കണം, ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അതുകൂടി അന്വേഷിക്കണം എന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് മഞ്ജു വാര്യരാണ്. 8.25 വർഷത്തിനപ്പുറം ആ വിധി വരുമ്പോൾ പൂർണ്ണമായി നീതി കിട്ടിയിട്ടില്ല എന്ന് അതിജീവിത തുറന്നു പറയുമ്പോൾ അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ മഞ്ജു വാര്യരും പറയുന്നത്. കോടതി നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാനാവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ അതാരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിൽ തന്നെയുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ. പോലീസിലും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാകാൻ അതുകൂടി കണ്ടെത്തിയേ തീരൂ എന്ന് മഞ്ജു വാര്യർ ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും വേണ്ടി കൂടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായേ തീരൂ. അതോടൊപ്പം അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മഞ്ജു വാര്യർ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, ഇത് ആസൂത്രണം ചെയ്ത ആളുകൾ ഇപ്പോഴും പകൽ വെളിച്ചത്തുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ഇതിലെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ്. ദിലീപ് അടക്കമുള്ളവരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഇതിലൊരു ഗൂഢാലോചനയുണ്ടോ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് മഞ്ജു വാര്യർ തന്നെയാണ്. ഇത് ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും ആവർത്തിക്കുകയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സായ്കുമാർ പങ്കുവച്ചത്.